ഈ കാടമുട്ട പുഴുങ്ങിയത് എങ്ങനെ കഴിക്കേണ്ടതെന്ന് വെച്ചാൽ ഇതിങ്ങനെ ഇളം അകത്താക്കിയിട്ട് നിവർത്തി വെച്ചിട്ട് ഇതിനകത്തേക്ക് ഈ അങ്ങോട്ട് പെരട്ടിയിട്ട് ഇതങ്ങോട്ട് ചേർത്ത് വെച്ച് അതായത് ഇങ്ങനെ കഴിക്കണം, എങ്കിലും അത് ആസ്വദിച്ച് കഴിക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് അതിനോട് ചേർത്ത് കട്ടനും കൂടെ അങ്ങോട്ട് പിടിക്കണം. അതാണ് ഇവിടുത്തെ കോമ്പിനേഷൻ. അതാണ് പരീക്ഷിക്കുന്നത്. ഒരു കട്ടനാണ് കട്ടൻ എന്ന് പറയുമ്പോഴത്തേനും ഇതിനകത്ത് ഇഞ്ചി, നാരങ്ങ, മിൻറ്റ് ഇതെല്ലാം കൂടെ ചേർത്തൊരു കട്ടൻ. ഇത് ചെങ്കലിൽ നിന്ന് തിരുപ്പുറത്തേക്ക് പോകുന്ന വഴി പാഞ്ചിക്കാട്ട് കടുവ് പാലം, ആ പാലം വേണമെന്ന് കാണാം. ആ പാലത്തിൻ്റെ സൈഡിൽ വന്നപ്പോഴത്തേനും ഒരു തട്ടുകട, നല്ല ഒരുപാട് ആളുകൾ ഇങ്ങനെ കാപ്പി കുടിച്ചുകൊണ്ട് നിൽക്കുന്നു, ഓരോ സ്നാക്സൊക്കെ കഴിക്കും. സംഭവം എന്താണ് വകുപ്പ് എന്ന് അന്വേഷിച്ച് വന്നപ്പോഴത്തേക്കാണ് ഇവിടുത്തെ കട്ടനൊരു പ്രത്യേകതയുണ്ട്. ഒരു എന്താണ് ഈ പറഞ്ഞ പോലെ ഇഞ്ചി, നാരങ്ങ, മിൻറ്റും ഒക്കെ ചേർത്തിട്ടുണ്ട് കട്ടൻ. ചേട്ടാ ഒരു സെക്കൻഡ്. ചേട്ടാ നമസ്കാരം. ഇവിടെ നിന്ന് കട്ടൻ സ്ഥിരമായിട്ട് കുടിക്കുന്ന ആളാണോ? കുടിക്കാറുണ്ട്. ഇതെന്താണ് ഇവിടുത്തെ കട്ടൻ്റെ ഒരു പ്രത്യേകത? പറഞ്ഞതുപോലുള്ള പ്രത്യേകതകളുണ്ട്, ഐറ്റംസ് ഒക്കെ അതിനകത്തുണ്ട്. ഒരു രുചിയുണ്ട്, വെറൈറ്റി, ഇച്ചിരി ഹെൽത്തിയാണ് അല്ലേ? ഇപ്പം നാരങ്ങ, ഇഞ്ചിയും മിൻറ്റും ഒക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ ഇച്ചിരി ഹെൽത്തിയാണ്. അപ്പോൾ എവിടെ അടുത്താണ് സ്ഥലം? എനിക്ക് ഇവിടുന്ന് ഒരു 3 കിലോമീറ്റർ പോകുന്നുണ്ട്. ഇതുവഴി പാസ് ചെയ്യുമ്പോൾ ഒരു കട്ടൻ കഴിച്ച്. പിന്നെ ഇവിടുത്തെ കടികൾക്കും പ്രത്യേകതയുണ്ട്. നമുക്ക് ഇഷ്ടപ്പെട്ട പല കടികളുണ്ട്. ഇതിപ്പോൾ എന്താ കഴിക്കുന്നത്? ഇതിപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഇതിന് ഇലയപ്പം, ഇലയപ്പം, കുമ്പിളപ്പം എന്നൊക്കെ പറയുന്നത് അല്ലേ? വയണ ഇലയിലാണിത് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിന്റെ വയണ ഇലയുടെ ഒരു അതും ഹെൽത്തിയാണ്, വലിയ ആവിയിൽ പിഴിഞ്ഞതും വയണ ഇലയുടെയും മണമാണ്. അപ്പോൾ ഇടയ്ക്കൊന്ന് കയറി ഒന്ന് കഴിക്കണമെന്ന് തോന്നാവുന്ന ഒരു കടയാണ്. നമുക്ക് വളരെ സമയമില്ല, പെട്ടെന്നെല്ലാം സ്മൂത്തായിട്ട് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. എല്ലാം ചൂടുമാണ് അല്ലേ? എല്ലാം ചൂടാണ്. വാഴക്കപ്പം അങ്ങനെയുള്ള സാധനങ്ങളായിട്ടുള്ള ഐറ്റംസാണ്. ഇവിടുത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഐറ്റം ഇതാണോ? ഞാനിതിപ്പോൾ രണ്ടാമത്തെ കടിയാണ്. വേറെ അതിന് മുമ്പ് ഒന്ന് പഴക്കേക്കെന്ന് പറഞ്ഞിട്ടാണ് എടുത്ത് കഴിച്ചു. അത് കഴിഞ്ഞിട്ടാണ് ഇത് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഞങ്ങൾ വന്നില്ലെങ്കിൽ ഇനി ഒരെണ്ണം കൂടെ കഴിച്ചേനെ. ഇവിടെ നിന്ന് പതുക്കെ കഴിച്ച് എല്ലാം ഹെൽത്തിയാണോ? 1-2 ഐറ്റം കൂടുതൽ കഴിച്ചാലും കുഴപ്പമില്ലല്ലേ? കുഴപ്പമില്ല. നമുക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ബാക്കി രുചിയായിട്ടുള്ള ഒരു കുറേ നാളായിട്ടുണ്ടോ ഈ കട ഇവിടെ? എൻ്റെ ഓർമ്മയിൽ ഒരു 3-4 വർഷമായിട്ട് ഞാനങ്ങനെ കഴിക്കുന്നുണ്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിച്ചു. അദ്ദേഹം വലിയ ചായ അടിച്ച് നിൽക്കുകയാണ്. നമസ്കാരമാണ്. എത്ര നാളായി നമ്മുടെ ഇവിടെ കട തുടങ്ങിയിട്ട്? 5 വർഷമായിട്ടുണ്ട്. എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ? ഇത് സ്വന്തം ഐറ്റമാണോ ഈ കട്ടൻ? നമ്മൾ സ്വന്തമായിട്ടങ്ങ് ചെയ്ത് കളയാമെന്ന് വിചാരിച്ച് തനിയെ ഉണ്ടാക്കിയതാണ്. അങ്ങനെ കച്ചവടമൊക്കെ നന്നായിട്ടുണ്ട്. ഒരു ദൂരെ നിന്ന് ആളുകൾ വരാറുണ്ടോ? ഇപ്പം ഞാൻ ദൂരെയുള്ള ആളാണ്. ഞാൻ സത്യത്തിൽ എറണാകുളത്താണ് എൻ്റെ വീട്. പുള്ളി ഇവിടെ ഉള്ളതാണ്. പുള്ളിക്കാരനാണ് ഇവിടെ പറഞ്ഞത് ഇവിടുത്തെ കട്ടൻ്റെ പ്രത്യേകത ഉണ്ടെന്ന്. അപ്പോൾ അതൊന്ന് അറിഞ്ഞിട്ട് പോകണമല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ പുഴുങ്ങിയ മുട്ടയും ഈ ഒരു എന്താണ് ഒരു ഗ്രേവി ഉണ്ടല്ലോ, ചമ്മന്തി പോലെ. ഇതിനകത്ത് എന്താണ് ചേർത്തിരിക്കുന്നത്? ഈ പുഴുങ്ങിയ മുട്ട, കാടമുട്ട പുഴുങ്ങിയതുണ്ട്, അല്ലാതെ കോഴിമുട്ടയും പുഴുങ്ങിയതുണ്ട്. അതിനകത്ത് ഇതൊന്ന് മിക്സ് ചെയ്ത് കഴിച്ച് കഴിഞ്ഞാൽ അത് വേറൊരു ഐറ്റമാണ്. ഇതിനകത്ത് എന്താ കുരുമുളക് പൊടി, കാന്താരി, ഇഞ്ചി, നാണിക്കണ്ട പറഞ്ഞോ, കുഴപ്പമില്ല, നാരങ്ങ നീര്, ഇതെല്ലാം. അതും സ്വന്തം രുചിക്ക് കൂട്ടാണ് അല്ലേ? അതും കഴിക്കാൻ ആളുകൾ ഇവിടെ വരാറുണ്ട്. അപ്പോൾ ഞാൻ വന്നപ്പോഴത്തെ ഇവിടെ ഒരു തിരക്കും. പിന്നെ ഇത് മുട്ട ബജിയുണ്ട്, പഴംകേക്കുണ്ട്, ഇത് എന്ത് പഴം റോസ്റ്റ്, പിന്നെ ഉള്ളിവടയോ, മുളക് ബജി, മുട്ട ബജി, ഐറ്റംസ് ഒരുപാടുണ്ട്. കഴിച്ചു. അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ ഇവിടുത്തെ ഒരു തിരക്കും ഇവിടുത്തെ ഒരു ടേസ്റ്റും ഒന്ന് അറിയാമെന്ന് വിചാരിച്ച് കയറിയതാണ്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ചെങ്കൽ, അവിടെ നിന്ന് ചെങ്കൽ, ഇത് തിരിച്ച് തിരുപ്പുറത്തേക്കുള്ള വഴിയാണ്. ഇത് ഈ അടുത്ത കാലത്ത് ഈ പാലം വന്നിട്ട് 10 വർഷമായി കാണുമോ? 10 വർഷം വരും. ഇല്ല, എത്ര നാളായി? 3-4 വർഷം വരില്ലേ? 5-6 വർഷമായി പാലം വന്നത്. അതിന് മുമ്പ് കടത്തായിരുന്നു. ഇവിടെ കടത്തായിരുന്നു. 5-6 വർഷമായി ഇവിടെ പാലം വന്നിട്ട്. ആ പാലത്തിലൂടെയുള്ള സഞ്ചാരം തുടങ്ങിയതിന് ശേഷം
നമ്മുടെ ഇദ്ദേഹത്തിൻ്റെ ഈ കട്ടൻ ചായ കടയും വന്നു. കട്ടൻ ചായ കട വന്നതിന് ശേഷം കടത്ത് കടക്കാൻ പറ്റാത്തവർക്ക്, അതായത് കടത്ത് കടന്ന് ഞണ്ട് യാത്ര ചെയ്ത് ഒരു പാലത്തിൽ കൂടെ കയറി കടന്ന് കട്ടൻ കുടിച്ചിട്ട് അപ്പുറത്ത് പോകാമെന്നുള്ളൊരു ലൈനിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സാധനം. ഇതുവഴി ആരെങ്കിലും പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ കട്ടൻ ചായ കുടിക്കാം. ഹെൽത്തി ആയിട്ടുള്ള മറ്റേ കുമ്പിളപ്പം പോലുള്ള ഐറ്റംസ് ഉണ്ട്. നമ്മുടെ അമ്മച്ചിയാണ് ഇവിടുത്തെ ഹെൽപ്പർ. ആ നാണ കണ്ടോ, ലജ്ജ കണ്ടോ, ഇതൊന്നും ഞാനല്ല ചെയ്യുന്നെന്നുള്ളൊരു ഭാവത്തിൽ നിന്നാണ് ഈ പണികളെല്ലാം ചെയ്യുന്നത്. അമ്മയാണോ? അമ്മച്ചിയുടെ കടയാണോ ഇത്? ആര് ഹെൽപ്പർ? ആ, അമ്മച്ചി ഓണറും ഇദ്ദേഹം ഹെൽപ്പറും ആണെന്നാണ് ഇപ്പൊ പറഞ്ഞു വരുന്നത്. അമ്മയും മോനും തന്നെ ഇവര് തമ്മില് ആരാണ് ഓണർ എന്നുള്ള രീതിയിൽ ഇടയ്ക്ക് വഴക്കുണ്ടാവാറുണ്ട്. മോന്റെ മോനും ഉണ്ടോ? 3 തലമുറ ഇന്ന് ബിസിനസ് ചെയ്യുന്ന ഒരു വലിയ ബൃഹസ് പ്രസ്ഥാനമാണിത്. ചുമ്മാ ചില്ലറ കാര്യമല്ല. അമ്മ, മകൻ, കൊച്ചുമകൻ. അപ്പോൾ നിങ്ങളുടെ കച്ചവടം എല്ലാം ഗംഭീരമായിട്ട് പോട്ടെ. ഒന്ന് സംസാരിക്കാൻ സമയമില്ല, അത്രയും ആളുകൾ വന്ന് ബേളം വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ വരും, ഇത് എന്നെ കാണുന്നവർ നിങ്ങൾ എൻ്റെ കേരള കോളിങ്ങിൻ്റെ യാത്രയ്ക്കിടയിൽ ഞാൻ കണ്ട ഈ സ്ഥാപനം നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. ചെങ്കലിൽ നിന്ന് തിരുപ്പുറത്തേക്ക് പോകുന്ന വഴി പഞ്ചാമൂട് പാലം, പാഞ്ചിക്കാട്ട് കടവ് പാലം. പാഞ്ചിക്കാട്ട് കടവ് പണ്ട് കടവുണ്ടായിരുന്നു, ഇപ്പോൾ കടവില്ല, പാഞ്ചിക്കാട്ട് പാലമായി മാറിയിട്ടുണ്ട്. ആ പാലത്തിൻ്റെ സൈഡിലുള്ള ഈ കടയിൽ വന്ന് ഈ ഒരു കട്ടൻ കുടിക്കുകയും ഈ എന്തെങ്കിലും സ്നാക്സ് കഴിക്കുകയും ചെയ്താൽ നിങ്ങളുടെ ആരോഗ്യത്തിന് ഒരു പ്രശ്നമില്ല. പക്ഷേ കാശ് കൊടുക്കേണ്ടി വരും. കാശ് കൊടുക്കാതിരുന്നാൽ ആരോഗ്യത്തിന് പ്രശ്നം വരും. നമുക്ക് നാളെ കാണാം.